മദ്യപാനവും പുകവലിയല്ല കഞ്ചാവടി നടു റോഡിൽ. ഇത് ജംഗ്ഷനാണോ, ഏറ്റവും വലിയ ജംഗ്ഷനാണ് ഇവിടുത്തെ. ഭയങ്കര നാണക്കാരിയായിട്ട് ചോദിച്ചു നോക്കിയാലോ സിംഗിളാണോ എന്ന്. ഇവരെ ഭാഷ കേട്ടിട്ട് കൊന്നനെ കുത്തുപോലുണ്ട്. ഞാൻ മുമ്പിൽ പോയി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. കാര്യം എന്തൊക്കെയോ പ്രസംഗിക്കുന്ന ഇവിടെ ഇതേ പറയുക കൊന്നനെ കുത്തുപോലുണ്ട്. എനിക്ക് ഏകദേശം 1.5 കിലോ റംബൂട്ടാൻ കിട്ടി. 1.5 കിലോ റംബൂട്ടാന് ജസ്റ്റ് 20,000 ഡോങ് മതി. അപ്പോൾ ഞാൻ ഉച്ചഭക്ഷണം എന്താ കഴിക്കുന്നത്, ചിലപ്പോൾ വൈകുന്നേരം വിയറ്റ്നാമിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. $10 എന്ന് പറയുമ്പോൾ വിയറ്റ്നാമിൽ ഏകദേശം ഒരു 2.5 ലക്ഷം ഡോങ് വരും. നമ്മുടെ നാട്ടിലെ 820 രൂപ. അപ്പോൾ ഈ ഒരു പൈസക്ക് നമുക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും നോക്കാം. നമ്മുടെ താമസം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റിന് പറഞ്ഞ പോലെ ഇത് അത്ര വലിയ എക്സ്പെൻസീവ് സിറ്റി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് കഴിക്കൽ സ്ഥിരം സാൻഡ്വിച്ച് തന്നെ കേട്ടോ. സാൻഡ്വിച്ചാണ് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ട് ആവുന്നത്. പക്ഷേ സാൻഡ്വിച്ച് അല്ലാതെ നിങ്ങൾക്ക് വേറെ കുറേ ഫുഡ് ഇവിടെ കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഹെൽത്ത് ഓക്കെ ആണെന്ന്, അല്ല നാവിന് രുചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ എനിക്ക് സാൻഡ്വിച്ച് അല്ലാതെ വേറൊരു ഫുഡും നല്ലോണം പോകില്ല. ഇതാകുമ്പോൾ വലിയ സീനില്ലാതെ നമ്മൾ കഴിച്ചു. കാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 4 മണിക്കൂറോളൊക്കെ പിടിച്ചു വെക്കും കേട്ടോ. എന്തൊരു ഫാമിലിയാണ് നടത്തുന്നത്. എനിക്ക് ചെറിയൊരു വെള്ളമൊക്കെ തന്നു കിട്ടോ. ചായ അല്ല, എന്തോ ഒരു വെള്ളം. അങ്ങനെ ഫുഡ് കഴിച്ചു, സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം നമുക്ക് ഏകദേശം 20,000 ഡോഗ് എക്സ്പെൻസ് വന്നു. നമ്മുടെ നാട്ടിലെ 60 രൂപ ഒരു നേരത്തെ ഫുഡിന്. ഡെയിലി ഈ 2 എണ്ണം മാത്രം കഴിച്ചിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പൊതുവേ കുറേ ഫുഡ് കാണുമ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കാൻ നോക്കൂല. ചെറിയൊരു പൈസ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ലോണം വാരി വലിച്ച് കഴിക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന കുറച്ച് റൂറൽ ഏരിയ അല്ല, എയർപോർട്ട് സൈഡാണ്. പക്ഷേ ഇവിടെ അധികം അങ്ങനെ ആൾക്കാരില്ല. അപ്പോൾ കുറേ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അങ്ങോട്ടുള്ള ട്രാവൽ എക്സ്പെൻസും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലത്തെ കുറച്ച് ഐറ്റംസ് കഴിക്കും കേട്ടോ. പേരക്ക ഇതിന് 10,000 ഡോങ് കേട്ടോ. നാട്ടിലെ 30 ഇതിന് 20,000 ആണ് വേർത്ത്. ഇപ്പോൾ ബസ് കിട്ടി, ഞാനിപ്പോൾ ബസ്സിലാണുള്ളത്. അപ്പോൾ ഇവിടെ 6,000 ഡോങ് കേട്ടോ ഇപ്പോൾ ട്രാവൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ 5 കിലോമീറ്റർ വന്നപ്പോഴും 6,000 ഡോങ് ആണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 8.5 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്. സിറ്റിന്ന് ഹോച്ചിമിൻ സിറ്റി നിങ്ങൾ എവിടെ ഈ ഒരു ഗ്രീൻ ബസ്സിൽ പോവുകയാണെങ്കിലും എനിക്ക് തോന്നുന്നത് 6,000 ഡോങ്കേ ആവാൻ ചാൻസ് ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 20 രൂപ. ഇവിടെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ലൊക്കേഷനിലോട്ട് വേണമെങ്കിലും ബസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് നമ്മൾ നോർമലി കൊച്ചിയിൽ ചെയ്യുന്ന സെയിം പരിപാടി തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഇപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഫുഡ് തന്നെ കഴിക്കുന്നത്. ഇനി ഒന്നും കൂടെ ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇത് സാധാരണ ബനാന കേട്ടോ, പഴംപൊരി 30 റുപ്യേൻ്റെ അടുത്ത് വില ഉണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഇത് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. എന്താ സംഭവം എന്നറിയോ, നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ അവിടെയുള്ള സിറ്റി അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം തന്നെ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, അതിപ്പോൾ ഗൈഡ് ഉണ്ടെങ്കിൽ ഓക്കെ, ഗൈഡ് ആയിട്ട് പോകാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുക, അതന്നെയാണ് നല്ലത്. പിന്നെ സിറ്റി ബസ് ടൂർ ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റി ബസ് ടൂർ ഉണ്ട്. പക്ഷേ അതിന് $7 ആവും. നമ്മുടെ $10 അതിൽ ബഡ്ജറ്റ് ആവില്ല. പിന്നെ മാത്രമല്ല ഞാൻ ഒരു വട്ടം അതിൽ കയറി പോവുക. പിന്നെ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, സിറ്റി ബസ് ടൂർ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മാക്സിമം ഫുഡും കഴിക്കുക. ചെറിയ പൈസക്ക് നല്ല ഫുഡ് കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, പിന്നെ വലിയ ഹോട്ടലിൽ കയറി കണ്ടിട്ട് അങ്ങനെ ക്യാഷ് തീർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തട്ടുകടയിലാണെങ്കിലും അതുപോലെ വലിയ വലിയ ഹോട്ടലിലാണെങ്കിലും ഫുഡിന് ക്വാളിറ്റിക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇവിടെ വർഷങ്ങളോളായിട്ട് ഈ ഒരു തട്ടുകട നടത്തുന്ന ആൾക്കാരുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആർക്കും അങ്ങനെ പ്രശ്നം വരുന്ന ഒരു കേസൊന്നുമില്ല. ഞാൻ പറയുന്നത് ചെറിയ പൈസക്ക് അങ്ങനെ ഫുഡ് കിട്ടും. ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ വലിയ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് ഇപ്പോൾ $20 $30 ഒക്കെ എൻട്രി ഫീ ഉള്ള അങ്ങനത്തെ ഇതിൽ കയറിയിട്ട് ജസ്റ്റ് ഫോട്ടോസ് വീഡിയോ എടുക്കുന്നതിൽ എനിക്കതിനോട് വലിയൊരു താല്പര്യമില്ല. അത് നമുക്ക് വേർത്താവില്ല. ഞാൻ നോക്കിയെടുത്തോളം അതാണ് വേർത്താവില്ല. അതിനെപ്പറ്റി മനസ്സിലാക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിളോ ഇൻ്റർനെറ്റോ അങ്ങനെയുള്ള സ്ഥലങ്ങളോ ഓക്കെയാണ്. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളൊന്ന്
മൈൻഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാം. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ഇതാണ് പറയുന്നത്, നിങ്ങൾ 10 രൂപ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ ട്രിപ്പ് കഴിയുമ്പോൾ നിങ്ങൾ പറയണം 100 150 കൊടുത്താലും വേണ്ടിയില്ല, ആ ഒരു രൂപത്തിൽ നിങ്ങൾ ലാസ്റ്റ് പറയാൻ പറ്റും, നിങ്ങൾക്ക് ലാസ്റ്റ് പറയാൻ പറ്റണം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം ഓരോ യാത്ര. പിന്നെ നമ്മൾ ഇന്നലെ ജ്യൂസ് കുടിച്ച് അപ്പം പെൺകുട്ടിയില്ലേ അവിടെ ശോഭത്തിക്കുമ്പോൾ വേണേൽ ഒന്ന് കയറിപ്പോവാം, കിട്ടുമോ അപ്പോൾ ഒന്ന്. അപ്പോൾ ഇതിന് 20,000 ഡോങ് ആയിട്ടോ. നേരത്തെ കുടിച്ച ഓറഞ്ച് ജ്യൂസിനേക്കാൾ എത്രയോ ബെറ്ററാണിത്. എനിക്ക് അപ്പോഴാണ് അത് മനസ്സിലായി. അപ്പോൾ 20 ഡോങ് കിട്ടോ, 20,000 ഡോങ്, ഡോളറല്ല. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല കേട്ടോ പൈസ തീരുന്നുണ്ടോ ഇല്ലയെന്നൊന്നും. എന്തായാലും നമുക്ക് ലാസ്റ്റ് കണക്ക് കൂട്ടാം. തീർന്നിട്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, $10 കവിഞ്ഞെങ്കിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൂം. നമുക്കിപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഇവിടെ ഡോർമെട്രി ആണ്. ഡോർമെട്രിക്ക് എനിക്ക് കോസ്റ്റ് വന്നത് ഏകദേശം 91,000 ഡോങ്കാണ്. നമുക്ക് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 2.5 ലക്ഷം ഡോങ്കിന് 91,000 ഡോങ്ക് റൂമിന് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടോ. ജ്യൂസ് നോക്കണ്ട, ജ്യൂസ് നമ്മളെ മോളാടുള്ളതിനെ കൊണ്ട് എന്തായാലും കുടിക്കണം. അല്ലാണ്ട് ഞാൻ സാധാരണ 20,000 ഡോങ്ക് ആയിരുന്നു, എന്ന് വെച്ചാൽ നാട്ടിലെ 60 രൂപയായിരുന്നു ലഞ്ചിന് വേണ്ടി മാറ്റി വെച്ച്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചു. നോർമലി ഞാനിപ്പോൾ ഒരു ബർഗർ കഴിക്കുകയാണെങ്കിൽ, അല്ല ഒരു സാൻഡ്വിച്ച് കഴിക്കുകയാണെങ്കിൽ അതിന് 20,000 ആണ് ആവുക. പക്ഷേ സെയിം ടൈമിൽ എനിക്ക് ഏകദേശം 1.5 കിലോ റംബൂട്ടാൻ കിട്ടി. 1.5 കിലോ റംബൂട്ടാന് ജസ്റ്റ് 20,000 ഡോങ് മതി. അപ്പോൾ ഞാൻ ഉച്ചഭക്ഷണം എന്താ കഴിക്കുന്നത്, ചിലപ്പോൾ വൈകുന്നേരം കഴിക്കും, രാത്രിയും കഴിക്കും, നാളെ രാവിലെയൊക്കെ കഴിക്കും. അപ്പോൾ ഇതാണ് ലാഭം. ഞാനെക്കൊണ്ട് ഇതാട്ടോ എടുത്തേ. പിന്നെ ഓറഞ്ച് വില കുറവുള്ളതുണ്ട് കേട്ടോ, 15,000 ഉണ്ട്. പക്ഷേ അത് അത്ര കാണാൻ നല്ല രസമല്ല. പക്ഷേ നല്ല ഫ്രഷ് സാധനത്തിന് വില കൂടും, അല്ലാത്തതിന് കുറച്ച് വില. ഇപ്പോൾ ഇവിടെ അവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിന് ജസ്റ്റ് 40,000 ഡോങ്കേ ഉള്ളൂ, എന്ന് വെച്ചാൽ നാട്ടിലെ 120 രൂപ കൂടുതലാണ്. പക്ഷേ ബാക്കിയുള്ളതിന് നല്ല കുറവുണ്ട് കേട്ടോ ഇവിടെ. റംബൂട്ടാൻ കണ്ടല്ലേ, റംബൂട്ടാൻ എനിക്ക് ഇത്ര ഈ ഒരു പൈസ. എന്ത് സാധനം പഠിച്ചോനെ, അത് ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം കേട്ടോ. വിയറ്റ്നാമി പറഞ്ഞോളെ. ഐ എം ഫ്രം ഇന്ത്യ. ഇന്ത്യ. Vietnamese. അറിഞ്ഞു. ഇംഗ്ലീഷ് അറിയോ? ഡു യു നോ ഇംഗ്ലീഷ്? അതായത് മദ്യപാനവും പുകവലിയല്ല, കഞ്ചാവടി നടു റോഡിൽ. ഇത് ജംഗ്ഷനാട്ടോ, ഏറ്റവും വലിയ ജംഗ്ഷനാണ് ഇവിടുത്തെ. അതിന് സെൻറ്ററിൽ നിന്ന് അവന്മാർ ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, ആർക്കും ഒരു ഉപദ്രവമൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ ഞാനിങ്ങനെ പോയപ്പോൾ എന്നോടൊക്കെ എത്ര ഡീസൻ്റായിട്ട് പെരുമാറി. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കഞ്ചാവടിയന്മാരും അതുപോലെ ഡ്രഗ് ഉപയോഗിക്കുന്ന പോലെ അങ്ങനെ വലിയ ഉപദ്രവകാരികളായിരിക്കില്ല. പക്ഷേ ചില സമയത്ത് ചില ആൾക്കാർ പറയലുണ്ട് അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റൂല, അങ്ങനത്തെ കേസ് എത്തുന്ന നേരം നമുക്ക് ചാമ്പാം. പക്ഷെ അത് വരെ ഞാൻ കണ്ടെടുത്തോളം കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ഇവരെ ഭാഷ കേട്ടിട്ട് കൊന്നനെ കുത്തുപോലുണ്ട്. ഞാൻ മുമ്പിൽ പോയി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. എന്തൊക്കെയോ പ്രസംഗിക്കുന്ന വീട് ഇതേ പറയുക കൊന്നനെ കുത്തുപോലുണ്ട്. ഇപ്പോൾ എന്നോടൊരാൾ പറഞ്ഞാണ്, നിങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ ഡൽഹിയിലൊക്കെ വരികയാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് ടൂർ പോകാനുണ്ടല്ലോ, അതുപോലെ തന്നെയുള്ളൊരു സ്ഥലമാണ് ഹോച്ചിമിൻ സിറ്റിയും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ടാക്സി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നോർമലി ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു എല്ലാ മൂലയിലോട്ടും ബസ് ഉണ്ട്. പക്ഷേ ബസ് അത്ര ഈസി ആയിട്ട് ഞാനിപ്പോൾ നോർമലി എടുക്കൽ ഗൂഗിൾ മാപ്പിലാണ്. ഗൂഗിൾ മാപ്പ് ശരിയായി യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്തായാലും പെടും. ഞാൻ പറഞ്ഞാൽ എനിക്ക് തന്നെ ഏകദേശം 80% ഗൂഗിൾ മാപ്പ് ഓക്കെയാണ്. പക്ഷേ അതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാണ്, നിങ്ങൾക്ക് ബസ് മാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇങ്ങനൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ ഓരോ സ്ഥലത്തോട്ടുമുള്ള ലൊക്കേഷനും അതുപോലെ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ബസ് ടൈമിങ്ങും ബസ് സ്റ്റാൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും. ഓക്കെ, വരുന്നവരുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യും. പിന്നെ $10 നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഞാൻ കാണിക്കുന്നില്ല. തൽക്കാലം ഞാനിപ്പോൾ
ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ലൊക്കേഷനിലോട്ട് വന്നതാണ്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഇത് പീപ്പിൾ കമ്മിറ്റി പീപ്പിൾ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്. ഇവിടെ നമുക്ക് നല്ലോണം ഫോട്ടോ എടുക്കാൻ പറ്റും. ജ്യൂസ് കുടിക്കാൻ വന്ന കേട്ടോ. ഇതാണ് 20 ആണ് എൻ്റെ പ്രൈസ്. എടുത്തോ സാധനം, ടേക്ക് ഇറ്റ്. ഭയങ്കര നാണക്കാരിയായിട്ട് ചോദിച്ചു നോക്കിയാലോ സിംഗിളാണോ എന്ന്. എന്താ പറ്റി, എന്താ എനിക്ക് വേണ്ടേ? എനിക്ക് ക്യാമറ കാത്തോണ്ട് ഇത് ഏറ്റെടുക്കില്ല. ഒരു കാര്യം അറിയോ, സംഭവം നായിനെ തൊട്ടാൽ 7 വട്ടം കഴുകി വയ്ക്കുകയാണ്. പക്ഷേ നായി ഇപ്പം എൻ്റെ മേത്തോടൂല, ഞാൻ ഫുള്ള് കവേർഡാണ്. നായിനെ തൊട്ട് 7 വട്ടം കഴുകി വയ്ക്കുകയാണ്. പക്ഷേ നായി നല്ല നന്ദില്ല ജീവി കേട്ടോ. ഒരിക്കലും നമ്മളെ പറ്റിക്കൂല. നമ്മൾ ഒരു വട്ടം അതിന് ഫുഡ് വാങ്ങി കൊടുത്താൽ മരണം വരെ നമുക്ക് നന്ദി കാണിക്കും. നോ പ്രോബ്ലം. ഇവിടെ കമ്മിറ്റഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്ത് ഒരു ചങ്ങായി ഉണ്ട്, ഒരു ചെക്കനെ. 20 ആട്ടോ ഇതിൻ്റെ വില. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 60 രൂപ. ഞാനൊന്നും കൂടി ആ ഷോപ്പിലേക്ക് തന്നെ പോവാട്ടോ. നമ്മളൊന്നും കൂടി കാണാൻ പറ്റിയാലോ. ഇവിടെ എന്തായാലും പോയി നോക്കുക. പഠിച്ചവനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നാളെ പ്രപ്പോസ് ചെയ്യും. ഏകദേശം ഒരു 8:45 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പക്ഷെ എപ്പോഴേക്കും എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നു വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയിക്കും എല്ലാവരും. കറക്റ്റ് സ്ഥലം, കറക്റ്റ് ആൾ. എൻ്റെ അമ്മ മലയാളത്തിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. ഭയങ്കര റൊമാൻസ് കേട്ടോ. സെക്കൻഡ് ടൈം കേട്ടോ. ഓക്കെ ഹായ്. ഞാൻ രാത്രിക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലമാട്ടോ അത്. റോഡിൻ്റെ ഒരു കോർണറിൽ ചെറിയൊരു ഷോപ്പ് ഉണ്ട്, അങ്ങോട്ട് വന്നു. ആ ഷോപ്പിൽ നിന്ന് ഷോപ്പാണ്, അവിടെ സാൻഡ്വിച്ച് കിട്ടും. ഷോപ്പ് ചെറുതാണെങ്കിലും മൂപ്പര് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. ഇവിടെ പിന്നെ 20 ഉള്ളൂ. 20 വിയറ്റ്നാമി ഡോങ്ക്, 20,000 വിയറ്റ്നാമി ഡോങ്ക്. അല്ല ഹലോ, ഇവിടെ കഴിച്ചൂടെ? ഇവിടുന്ന് കഴിച്ചൂടെ? ഇവിടെ ഇരുന്നിട്ട് കഴിച്ചൂടെ? ഗൈസ്, അപ്പോൾ ഇന്ന് ചിലവായ മൊത്തം പേയ്മെൻറ്റ് ആട്ടോ ഞാനിന്നിവിടെ ഇരുന്ന്. അപ്പോൾ അതിൽ നമ്മൾ ചായ കുടിച്ചുകൊണ്ട് ചോറൊന്നുമില്ലല്ലോ, റംബുട്ടാൻ കഴിച്ചുകൊണ്ട്, അതുപോലെ തന്നെ റൂം റെൻ്റ് ഉണ്ട് 250 രൂപ ഇവിടെ വന്നത് റൂം റെൻ്റ് ആട്ടോ. പിന്നെ ജ്യൂസ് കുടിച്ചതാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് പോയത്. ജ്യൂസും സാൻഡ്വിച്ചും 65 അങ്ങനെ 6 കൊണ്ട് ഗുണിക്കണം 65-ന്. എന്തായാലും നമുക്ക് 753 രൂപ ഇന്ന് നമുക്ക് ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ എന്താ പറയുക, $9.01 അതുപോലെ തന്നെ 2,30,000 ഡോങ്കാണ് നമുക്ക് ടോട്ടൽ ചിലവായത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയെടുത്തോളം വലിയൊരു എമൗണ്ട് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ആസ്വദിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. ഓക്കെ, ഈ ജ്യൂസ് ഒന്ന് കുടിച്ചാൽ മതി കേട്ടോ. നമുക്കൊരു നേരം നിൽക്കാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് ഞാൻ ഏകദേശം 3 അറ്റ് എ ടൈമിൽ കുടിച്ചിട്ടുണ്ട്.